എൻ.സി.പിയിലെ മന്ത്രിമാറ്റ വിഷയത്തിൽ പാർട്ടി ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് കത്തയച്ച് ശശീന്ദ്രൻ പക്ഷം. ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റാൻ പരമാവധി ശ്രമങ്ങൾ ശക്തമാകുമ്പോഴാണ് പ്രതിരോധവുമായി ശശീന്ദ്രൻ വിഭാഗവും രംഗത്തു വരുന്നത്. ഇന്നലെ തൃശൂരിൽ യോഗം വിളിച്ച ശേഷം ചർച്ച ചെയ്ത ശേഷമാണ് പാർട്ടി ദേശീയ അധ്യക്ഷന് ശശീന്ദ്രൻ വിഭാഗം കത്തയച്ചത്. മന്ത്രിമാറ്റം സംബന്ധിച്ച് അടിസ്ഥാനരഹിതമായ വാർത്തകൾ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയാണെന്ന് ശശീന്ദ്രൻ വിഭാഗം കത്തിൽ പറയുന്നു. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പി.സി. ചാക്കോ ഏകപക്ഷീയമായി തീരുമാനമെടുക്കുകയാണെന്നും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. സംസ്ഥാന പാർട്ടി കമ്മിറ്റി വിഷയം ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. തങ്ങളെ ആരെയും ഇതിനായി നിയോഗിച്ചിട്ടില്ല. പി.സി. ചാക്കോയുടേത് ജനാധിപത്യ വിരുദ്ധ നിലപാടാണ്. പാർട്ടിയെ യു.ഡി.എഫിൽ എത്തിക്കാനുള്ള ശ്രമമാണ് പി.സി. ചാക്കോ നടത്തുന്നത്. 90% പാർട്ടി പ്രവർത്തകരും ചാക്കോയുടെ നീക്കത്തിനെതിരാണ്. പാർട്ടിയിലെ മറ്റ് നേതാക്കളെ കൂടി കേട്ട് ശരത് പവാർ ന്യായമായ തീരുമാനം ഉടൻ എടുക്കണമെന്ന് ശശീന്ദ്രൻ പക്ഷം കത്തിൽ പറയുന്നു. പാർട്ടിയുടെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം വർക്കല ബി രവികുമാർ അടക്കം 10 പേരാണ് കത്തയച്ചിരിക്കുന്നത്. എ.കെ. ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാൻ എൻ.സി.പിയിൽ ധാരണയായതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. ശശീന്ദ്രന് പകരം കുട്ടനാട് എം.എൽ.എ. തോമസ് കെ തോമസ് പുതിയ മന്ത്രിയാകുമെന്നായിരുന്നു റിപ്പോർട്ട്. എന്നാൽ വാർത്ത എ.കെ. ശശീന്ദ്രൻ തള്ളി. ഇത് സംബന്ധിച്ച് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ നിലപാട് അറിയിച്ചിട്ടുണ്ടെന്നും താൻ മന്ത്രിസ്ഥാനത്ത് തുടരുമെന്നായിരുന്നു ശശീന്ദ്രൻ പറഞ്ഞത്. എന്നാൽ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് പാർട്ടിയിൽ ചർച്ച നടക്കുന്നുണ്ടെന്നായിരുന്നു തോമസ് കെ തോമസ് പറഞ്ഞത്. ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. മന്ത്രിസ്ഥാനം പങ്കുവയ്ക്കുന്നതിനെക്കുറിച്ച് കരാറൊന്നുമില്ലെന്നായിരുന്നു പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പി.സി. ചാക്കോയുടെ നിലപാട്. എൻ.സി.പി മന്ത്രിസ്ഥാനം വിവാദമായ പശ്ചാത്തലത്തിലാണ് ശരത് പവാറിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് ശശീന്ദ്രൻ പക്ഷം കത്തയച്ചിരിക്കുന്നത്. അതേസമയം എൻ.സി.പി സംസ്ഥാന പ്രസിഡന്റ് പി.സി. ചാക്കോയും കുട്ടനാട് എം.എൽ.എ. തോമസ് കെ തോമസും ഭിന്നതകൾ മറന്ന് ഒന്നിച്ചതിന് പിന്നിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് ധാരണ പ്രകാരമാണെന്നാണ് വിലയിരുത്തൽ. കേന്ദ്ര നേതൃത്വവും പി.സി. ചാക്കോ തോമസ് കെ തോമസ് സഖ്യത്തിനോട് ചായ്വ് പ്രഖ്യാപിച്ചാൽ നഷ്ടം നിലവിലെ മന്ത്രി എ.കെ. ശശീന്ദ്രന് മാത്രമായിരിക്കും. 2006 മുതൽ 4 നിയമസഭകളിൽ എം.എൽ.എ. ആണ് എ.കെ. ശശീന്ദ്രൻ. 1980-82 വർഷങ്ങളിലെ ജയം കൂടി കണക്കിലെടുത്താൽ 6 തവണ നിയമസഭാ അംഗമായിട്ടുണ്ട്. 2011 മുതൽ ഏലത്തൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു വരുന്ന എ.കെ. ശശീന്ദ്രന്റെ മണ്ഡലത്തിൽ തന്നെയാണ് പി.സി. ചാക്കോയും കണ്ണുവയ്ക്കുന്നത്. ടേം വ്യവസ്ഥയുടെ പേരിൽ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞാൽ പി.സി. ചാക്കോയുടെ കയ്യിലിരിക്കുന്ന സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം മന്ത്രിസ്ഥാനം ഒഴിയുന്ന തനിക്ക് നൽകണമെന്നാണ് നിലവിൽ എ.കെ. ശശീന്ദ്രൻ പാർട്ടിക്ക് മുന്നിൽ വച്ചിരിക്കുന്ന ഉപാധി. എന്നാൽ എൻ.സി.പി ദേശീയ വർക്കിംഗ് പ്രസിഡന്റായതിനാൽ ചാക്കോ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുന്നതിൽ തെറ്റില്ലെന്നാണ് ശശീന്ദ്രൻ ഉയർത്തുന്ന വാദം. എന്നാൽ ഇക്കാര്യത്തിലും ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന് അനുകൂല നിലപാടില്ല. പി.സി. ചാക്കോയും തോമസ് കെ തോമസും ഒന്നിച്ചപ്പോൾ സംസ്ഥാന സമിതിയിലും ശശീന്ദ്രൻ വിരുദ്ധ പക്ഷം ശക്തമായി കഴിഞ്ഞു.